നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യും, അവിടുത്തെ ഒരു അപ്ഡേറ്റ് എടുത്തുകൊണ്ട് മറ്റു വാർത്തകളിലേക്ക് പോകാം. ഇപ്പം ഇതുവരെ ലഭിച്ച കണക്കനുസരിച്ച് 162 പേരുടെ ജീവൻ നഷ്ടമായതാണ് കണക്ക്. ഇതിൽ 800-ലധികം പേരെ കാണാനില്ല. ഹിമാനികൾ തകർന്നതാണ് ദുരന്തത്തിന് കാരണമായത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യയുടെ ധ്രുവ് ഹെലികോപ്റ്റർ അടക്കം രംഗത്തുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഗൗതം അമരകുഞ്ച നമുക്കിപ്പം തത്സമയം ചേരുന്നു. ഗൗതം, ഇപ്പോൾ എനിക്ക് തോന്നുന്നു കണക്കുകളിലൊക്കെ കുറച്ചധികം സ്ഥിരീകരണങ്ങൾ വരുന്നു. കാണാതായവരുടെ എണ്ണം സംബന്ധിച്ചും കുറച്ചും കൂടി കൃത്യതയാർന്ന കണക്കുകൾ വന്നു തുടങ്ങുന്നു എന്ന് തോന്നുന്നു. സേതു, ഔദ്യോഗികമായി അത്തരത്തിൽ നമുക്ക് സ്ഥിരീകരിക്കാവുന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെതെന്ന് പറഞ്ഞ് സ്ഥിരീകരിക്കാവുന്ന തരത്തിലുള്ള കണക്കുകളല്ല പുറത്തു വന്നിരിക്കുന്നത്. ഇത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർ മൃതശരീരങ്ങൾ കണ്ടെടുക്കുന്നതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനനുസരിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കണക്കുകളാണ്. അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ പങ്കുവയ്ക്കുന്ന കണക്കുകളാണ്. അത് പ്രകാരമാണ് ഇപ്പോൾ ഈ മരണസംഖ്യ ഉയരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നത് യാതൊരു തർക്കവുമില്ല. ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമായി ആ കാര്യം നമുക്ക് കാണാൻ കഴിയും. ഇത് സംഭവിച്ചിരിക്കുന്നത് ഒന്നിലധികം പ്രദേശങ്ങളെ ബാധിക്കുന്ന തരത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഉയരാനും വലിയ ദുരന്തമായി സമീപകാലത്ത് തന്നെ ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി ഇത് മാറാനുമാണ് സാധ്യത എന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുന്നത്. ഏകദേശം 800-ലധികം ആളുകൾ കാണാതായിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ 300-ലധികം പേർ വിദേശികളാണ്. നമുക്കറിയാം, നേപ്പാൾ ഉൾപ്പെടെയുള്ള ഈ പ്രദേശം നേപ്പാളിൻ്റെയും ടിബറ്റ് അതിർത്തി പ്രദേശമായിട്ടാണ് ഇത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് അവിടേക്ക് വലിയ തരത്തിൽ സഞ്ചാരികൾ എത്തുന്നൊരു സ്ഥലം കൂടിയാണ്. നിലവിൽ അത്തരത്തിൽ ഉള്ള ആ മേഖലയിൽ എത്തിയിട്ടുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇതിൽ ഈ അപകടത്തിൽ ഈ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ട്. അതിൽ ഓസ്ട്രേലിയക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട്, ബ്രിട്ടനിലെ ആളുകളുണ്ട്, ഇംഗ്ലണ്ടിൽ നിന്നുള്ളവരുണ്ട്. അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂടി ഈ കാണാതായവരിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവരുടെയൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നത് ഈ ദുരന്തം ഉണ്ടാകാനുള്ള കാരണം, ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാനുള്ള കാരണം അത് ഭൂമികുലുക്കത്തെ തുടർന്നുണ്ടായ പ്രകമ്പനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലാകുന്നതനുസരിച്ച് ഈ അപകടം നടന്നിട്ടുള്ള റസവ് മേഖലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാനികളിൽ ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ആ ഉരുൾപൊട്ടലിന്റെ പ്രകമ്പനം 5.2 തീവ്രത രേഖപ്പെടുത്തുന്ന ഒരു ഭൂമികുലുക്കത്തിന് സമാനമായിരുന്നു എന്നും ആ പ്രകമ്പനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മലമ്പ്രദേശം പൊട്ടി ഒഴുകി താഴേക്ക് വന്നത് എന്നുമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് UGSSന്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് നേരത്തെ ഭൂചലനമാണ് ഈ അപകടത്തിന് കാരണമായത് എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഹിമാനികളിലുണ്ടായ ഉരുൾപൊട്ടലാണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. വിവിധ ഗ്രാമങ്ങൾ, ഈ റസവ് ഉൾപ്പെടെയുള്ള മേഖലയിൽ ബോസ്കോട്ടെ ഉൾപ്പെടെയുള്ള മേഖലകൾക്കകത്ത് നിരവധിയായിട്ടുള്ള ഗ്രാമങ്ങൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്, മണ്ണിനടിയിലാണ്. പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ പാറക്കല്ലുകൾ വഴി ഉരുട്ടിക്കൊണ്ടു പോകുന്ന പാലങ്ങൾ ഒലിച്ചു പോകുന്ന തരത്തിൽ കെട്ടിടങ്ങൾ നിലംപതിക്കുന്ന കാഴ്ച നേപ്പാളിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഉണ്ടായിട്ടുള്ള ദുരന്തത്തിൻ്റെ വ്യാപ്തി സംബന്ധിച്ച് ഒരുപക്ഷെ നമുക്ക് ഇപ്പോൾ വിലയിരുത്താൻ പോലും കഴിയാത്ത അത്രയും നഷ്ടം, മനുഷ്യനഷ്ടവും അതോടൊപ്പം തന്നെ മറ്റ് കെട്ടിടങ്ങളൊക്കെ തകർന്നിട്ടും നാട് പൂർണ്ണമായും വെള്ളത്തിനടിയിലാവുകയും ചെയ്യുന്ന സാഹചര്യം, മണ്ണിനടിയിലാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള പ്രത്യേക വിമാനങ്ങൾ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ അവരുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. അടിയന്തര സാഹചര്യത്തിൽ നേപ്പാളിനൊപ്പം നിൽക്കണമെന്ന് നേപ്പാളിന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ നേപ്പാളിന് സഹായം പ്രഖ്യാപിച്ച് രംഗത്തെത്തുന്നുണ്ട്. എന്തായാലും വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. മനുഷ്യനാശം ഇനിയും കൂടുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സേതു, ഓക്കെ, ഗൗതമാണ് നിലവിലെ സാഹചര്യം പ്രേക്ഷകരിലെ അറിയിച്ചത്.